നമസ്കാരം. മലയാളം വാർത്താ ചാനലുകൾക്കിടയിലെ മത്സരം കേവലം വാർത്തകളിൽ നിന്ന് മാറി നിയമ പോരാട്ടങ്ങളിലേക്കും റേറ്റിംഗ് തർക്കങ്ങളിലേക്കും മാറിയിരിക്കുകയാണ്. റിപ്പോർട്ടർ ടിവിയും 24 ന്യൂസും തമ്മിലുള്ള പോര് കടുത്തതിനിടെ ചാനൽ റേറ്റിംഗിലും വലിയ മാറ്റം പ്രകടമായിരുന്നു. ഏറെ നാളായി എതിരാളികളില്ലാതിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ കഴിഞ്ഞ 2 ആഴ്ചയായി റിപ്പോർട്ടർ ടിവി പിന്നിലാക്കിയിരുന്നു. എന്നാൽ 49-ാം ആഴ്ചയിൽ ഏഷ്യാനെറ്റ് വീണ്ടും 1-ാം സ്ഥാനം തിരിച്ചുപിടിച്ചു. ദീർഘനാളായി 1-ാം സ്ഥാനത്ത് തുടർന്നിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് 47-ാം ആഴ്ചയിൽ 16 പോയിന്റോളം നഷ്ടപ്പെടുകയും 2-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസ്, നടിയെ ആക്രമിച്ച കേസിലെ വിധി, തദ്ദേശ തിരഞ്ഞെടുപ്പിനായിട്ടുള്ള ഒരുക്കവും പ്രചാരണവുമൊക്കെയാണ് പോയ വാരങ്ങളിൽ നിറഞ്ഞു നിന്നത്. എന്നാൽ ഡിസംബർ 13-ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബാർക്ക് റേറ്റിംഗിൽ വീണ്ടും വലിയ മാറ്റമുണ്ടായി. പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗിലെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മികവിൽ പ്രേക്ഷകർ വിശ്വാസം അർപ്പിച്ചുവെന്ന് വേണം കരുതാൻ. അതിനാടകീയതയില്ലാതെ വാർത്തയെ ഇനിയും കെട്ടുകാഴ്ചയായി മാറ്റാത്ത ഏഷ്യാനെറ്റ് ന്യൂസിനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പോലെ ഗൗരവമേറിയ സംഭവങ്ങൾ വരുമ്പോൾ ആളുകൾ ആശ്രയിക്കുന്നത് എന്നർത്ഥം. അതിന്റെ ഫലമായി വന്ന ബാർക്ക് റേറ്റിംഗ് ഇങ്ങനെയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് 107 പോയിന്റുമായി 1-ാം സ്ഥാനത്ത്, റിപ്പോർട്ടർ ടിവി 98 പോയിന്റുമായി 2-ാം സ്ഥാനത്ത്, 24 ന്യൂസിന് 56 പോയിന്റ്, മനോരമ ന്യൂസിന് 48 പോയിന്റ്, മാതൃഭൂമി ന്യൂസിന് 36 പോയിന്റ്, ന്യൂസ് മലയാളത്തിന് 25 പോയിന്റുമായി 6-ാം സ്ഥാനത്ത്, കൈരളി 22 പോയിന്റുമായി 7-ാം സ്ഥാനത്ത്, ജനം ടിവി 21 പോയിന്റുമായി 8-ാം സ്ഥാനത്ത്, ന്യൂസ് 18 കേരളയാണ് 14 പോയിന്റുമായി ഏറ്റവും ഒടുവിൽ. തുടർച്ചയായ 2 ആഴ്ചകളിൽ മുന്നിട്ട് നിന്ന ശേഷമാണ് റിപ്പോർട്ടർ 98 പോയിന്റുമായി 2-ാം സ്ഥാനത്തേക്ക് വീണത്. 48-ാം ആഴ്ച 97.73 പോയിന്റ് നേടിയാണ് 1-ാം സ്ഥാനം റിപ്പോർട്ടർ ടിവി നിലനിർത്തിയത്. അന്ന് 2-ാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന് 91.52 പോയിന്റും 3-ാം സ്ഥാനത്തുള്ള ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള 24 ന്യൂസിന് 55.26 പോയിന്റുമായിരുന്നു. ബാർക്ക് ഉദ്യോഗസ്ഥന് കോഴ നൽകി ഡേറ്റയിൽ തിരിമറി നടത്തിയെന്ന 24-ന്റെ പരാതിയിൽ റിപ്പോർട്ടർ MD ആൻഡ്രോ അഗസ്റ്റിനെതിരെ കേസ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് 47-ാം ആഴ്ച റിപ്പോർട്ടർ 1-ാം സ്ഥാനത്തെത്തിയത്. 24 3-ാം സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിലും ആദ്യ 2 സ്ഥാനക്കാരുമായി വലിയ പോയിന്റ് വ്യത്യാസമുണ്ട്. മനോരമ, മാതൃഭൂമി, ജനം ടിവി തുടങ്ങിയ ചാനലുകൾക്കെല്ലാം 1ഉം 2ഉം സ്ഥാനക്കാരുമായി പോയിന്റ് നിലയിൽ വലിയ അന്തരമുണ്ട്. 2-ാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ചാനലിനേക്കാൾ 9 പോയിന്റും 3-ാം സ്ഥാനത്തുള്ള 24 ന്യൂസിനേക്കാൾ ഇരട്ടിയോളം പോയിന്റും നേടിയാണ് ഏഷ്യാനെറ്റ് 1-ാം സ്ഥാനത്ത് തുടരുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേയും പ്രായഭേദമന്യേയും എല്ലാ പ്രായത്തിലുള്ളവരും ഏഷ്യാനെറ്റ് ന്യൂസിനെയാണ് വിശ്വസിക്കുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒരു കാലത്ത് 2-ാം സ്ഥാനത്തിനായി ശക്തമായി പോരാടിയിരുന്ന 24 ന്യൂസ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ശ്രദ്ധേയമാണ്. ടെലിവിഷൻ വാർത്താ ചാനൽ റേറ്റിംഗുകളിൽ കൃത്രിമം കാട്ടിയെന്ന ആരോപണത്തിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഇടപെടുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒരു ചാനൽ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിലിലെ ഒരു ഉദ്യോഗസ്ഥന് കൈക്കൂലി നൽകി റേറ്റിംഗിൽ തിരിമറി നടത്തിയെന്ന മാധ്യമ റിപ്പോർട്ടുകൾ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് വാർത്താ വിതരണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ലോക്സഭയിൽ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയിൽ അറിയിച്ചിരുന്നു.